ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ ആരും കാണാത്ത സ്പോട്ടാണ്. തൃശ്ശൂരിൽ ഐഡൽ സ്പോട്ട് തന്നെ പറയാം. കുറച്ച് പേര് അതിൽ കണ്ടിട്ടുണ്ടാവും. ആ സ്പോട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. കൂടെ ഇന്ന് 26-ാം തീയതി അല്ലേ, ഇന്ന് എല്ലാവർക്കും ലീവും അങ്ങനെയുള്ള സമയമൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് പോകാൻ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. വണ്ടിയൊക്കെ നമ്മൾ വാട്ടർ സർവീസ് ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. 2 ദിവസം മുന്നേ തന്നെ കൊടുത്തിട്ട് ടയർ കണ്ടോ, ടയർ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പണികൾ ചെയ്തിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിൻ്റെ കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ടയർ മാറ്റലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. എൻ്റെ ബെൽറ്റ് എന്നതെന്ന് പറയണേ, അവളുടെ പേര് എഴുതിയിട്ട് ഞാൻ എഴുതിയെടുത്തതാണ്. അത് നമ്മൾ ആമസോണിൽ തന്നെ ഓർഡർ ചെയ്ത സാധനമാണ് ഈ ബെൽറ്റ്. അധികം ഇതൊന്നുമില്ല, ഒരു 300-400 റേഞ്ചിൽ കിട്ടും. ഈ പേര് മാത്രമല്ല, ഫോൺ നമ്പർ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പർ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ കാണിക്കുന്നില്ല. രാവിലെ തന്നെ നമ്മൾ ജിമ്മ് മുടക്കിയില്ല. ജിമ്മ് പോയി ഒന്ന് കഴിച്ചെന്താ അറിയോ, ഇതാ അട്ട. മാസങ്ങൾക്ക് ശേഷം കഴിച്ചതാണ് അട്ട പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു 5-6 തന്നെ കഴിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും വെറുതെ പോലെയൊന്നും എല്ലാവർക്കും അറിയാം. കണ്ടോ, നമ്മളതിനുള്ള ഷർട്ടും ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. വണ്ടിയിൽ തൂക്കാൻ വെച്ചിട്ടാണ് ഷർട്ടും. അങ്ങനെ ഒരുപാട് കാര്യമാണ്. നമ്മൾ വീടെടുക്കാൻ മാത്രം പോവല്ല, ലൊക്കേഷൻ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടിയാണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടി ഷർട്ടും പിന്നെ വേറെയും കുറച്ചുണ്ട് സംഭവങ്ങൾ, അതൊക്കെ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് പറയാം. അങ്ങനെ ഷർട്ട് നമ്മളിതാ ഇതിൽ തൂക്കിയിട്ടുണ്ട് ഷർട്ട്. അപ്പോൾ ഷർട്ട് അവിടെ ഓക്കെ നിൽക്കുന്നുണ്ട്. വീടെടുക്കാൻ പോകുമ്പോൾ തന്നെ ഉണ്ടോ, ഒരു വീടെടുക്കുക പറഞ്ഞാൽ ഈസിയാണ് എല്ലാവരും വിചാരം. പാൻറ്റ്, ഷർട്ട്, ചാർജറ്, ഗ്ലാസസ്, അങ്ങനെ എല്ലാ ഒരു സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ പിമ്പിൾസ് കണ്ടില്ലേ, ഈ പിമ്പിൾസിനുള്ള സൊല്യൂഷൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ഇട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഈ പിമ്പിൾസ് പോകുകയാണതും അതിനുള്ള ലിങ്കൊക്കെ നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്താൽ എന്തായാലും വരുന്നതാണ്. നമ്മളപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൂടിപ്പോയി 1.5 മണിക്കൂർ ഉണ്ടാവും, അതിനുള്ള നമ്മളവിടെ എത്തും. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോസ് കാണാം. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടതാ. കാറൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിട്ടു. ഇനി സ്ഥലം പോയി കാണുമ്പോൾ നമുക്ക് കാണാം. സ്ഥലം എങ്ങനെ ഉണ്ടെന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാം. മറ്റേ നമ്മൾ ഡ്രസ്സ് എടുക്കേണ്ടതാണ്. ഇതുണ്ടോ, ഈ വഴി കൂടെ നമ്മൾ വരേണ്ടത്. വരണ വഴി പറഞ്ഞാൽ അതിൽ കാറൊന്നും വരില്ല കേട്ടോ. ഓൺലി ബൈക്സ് മാത്രം. നമ്മുടെ കാർ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, കാറല്ല. കണ്ടോ, പക്ഷേ ഈ വെള്ളം കാണുമ്പോൾ നമ്മൾ പേടിക്കണം. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പെട്ടു. കണ്ടില്ലേ, ബോട്ടുകളൊക്കെ മുങ്ങി കിടക്കുന്ന ബോട്ട് പോലെ നിന്നിട്ടുണ്ട്. ഷർട്ടെല്ലാം ഒക്കെ എടുത്തിട്ടുണ്ട്. അവരും നമ്മളെ കാത്ത് നിൽക്കുക. കാരണം ഞാൻ പകുതിക്ക് എത്തിയപ്പോൾ എന്താണ്ടായി അറിയോ, പകുതി എത്തിയപ്പോൾ ഞാൻ ഷർട്ടൊക്കെ എടുക്കാൻ മറന്നുപോയി. ഭ്രാന്ത്. ഇപ്പോൾ ഇത്ര ദൂരം നടക്കണ്ട, പിന്നെ ഒരു 6-7 മിനിറ്റ് ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അത്ര ദൂരം നമ്മൾ തിരിച്ച് നടക്കണം. അത് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ കയറുമ്പോൾ സൂക്ഷിക്കണം. കാരണം പറയുകയാണെങ്കിൽ നമ്മളൊരു, എനിക്ക് പറ്റിയ അബദ്ധം പറഞ്ഞാൽ ഞാൻ 2:30-3 മണിക്കാണ് വന്നത്. 2:30-3 മണിക്ക് വന്നതിന് എനിക്ക് പറ്റിയ അബദ്ധം പറഞ്ഞാൽ വെയിൽ കൊണ്ട് ചത്തു. വീഡിയോസ് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. അയ്യോ, അച്ഛനൊക്കെ വേറെ പെട്ട അവസ്ഥയായി. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയും കണ്ടിട്ടൊക്കെ വേണം ഇതെടുക്കാനും. ഇതൊക്കെ സ്ഥലങ്ങളെ കുറിച്ച് പറയാച്ചാൽ ഒരു രക്ഷയില്ല. അടിപൊളി സംഭവങ്ങളാണ്. പിന്നെ പഴയ ബോട്ട് കാണിച്ചിട്ടുള്ള പരാതി വേണ്ട. പഴയ ബോട്ടും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു മിനിറ്റ്, പഴയ ബോട്ട് അടുത്ത് തന്നെ ഉണ്ട്. അത് കണ്ടോ നിങ്ങൾ, വെള്ളമൊക്കെ. ബോട്ട് കണ്ടോ നിങ്ങൾക്ക്? ബോട്ട് വെള്ളത്ര ആഴണ്ടേ. ബോട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് അവസ്ഥ. വിഷ്ണുമായ നല്ല പേരൊക്കെയാണ്, പക്ഷെ നിർത്തിയിട്ടിട്ട് കുറേ ആയി. പൊന്തയൊക്കെ പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ ആ സൈഡ്, അതിൻ്റെ അപ്പുറത്ത് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത ബോട്ട് കാണിച്ചിട്ട് കണ്ടോ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ബോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ബോട്ട് ആ ഭാഗത്തുള്ള ആഴമ്പല കണ്ടോ, ഈ ഭാഗത്ത് ആഴില്ല. ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സംഭവം പറയുകയാണെങ്കിൽ ഈ സൈഡില്ലേ ഉണ്ടോ, ഈ ഭാഗത്തുള്ള വെള്ളത്തുള്ള സൈഡിൽ ഇതില്ല, ആഴില്ല. പക്ഷെ ആ മുക്കിലുള്ള സംഭവത്തിൽ ആഴുണ്ട്. അവിടുത്തെ ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് അവിടെ നല്ല ആഴം മോനെ, ഇവിടെ വീണ് കഴിഞ്ഞാൽ പിന്നെ പണിയാവും എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പറഞ്ഞ ആൾക്കാർ ഇറങ്ങിയിട്ട്, പക്ഷേ അപ്പോഴും കുട്ടികളെ ടയർ ഇട്ടിട്ടാണ് കയറ്റണ്. ചില ആൾക്കാരും ടയറിൻ്റെ മുകളിൽ ഇരിക്കുകയൊക്കെ ഉണ്ട്, അത് പ്രശ്നമില്ല. പിന്നെ ബീച്ചിൽ നമ്മൾ അടുത്തെത്താറായി. അപ്പോൾ നമ്മളിപ്പോൾ സമയം ഗൂഗിൾ മാപ്പിൽ ഇങ്ങോട്ട് വരുന്നത് കാണിച്ചിട്ടില്ല, നടക്കണമെന്ന് കാണിച്ചിട്ടില്ല. സമയം ഇപ്പോൾ 8-9 മിനിറ്റ് നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ബീച്ച് എത്തണം. കാരണം ഒടുവിൽ നമ്മൾ ബീച്ച് എത്തിയിരുന്നു.
ബീച്ച് കണ്ട നിങ്ങൾക്ക് കണ്ടേ ഞങ്ങൾ നെട്ടു. കണ്ടോ? ഞാൻ നേരം പോലെ അപ്പുറത്തെ ക്യാമറ ഇട്ടിട്ട് കാണിച്ചാലേ ബീച്ചൊക്കെ കണ്ടില്ലേ. ഞാൻ പറയണ കേൾക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അമ്മാരി ഇതാണ് സൗണ്ടേ, വെള്ളത്തിൻ്റെ സൗണ്ട് അമ്മാരി ഇതാണ്. ആ ലൊക്കേഷൻ കണ്ടോ? നല്ല അടിപൊളി സംഭവം പറഞ്ഞാൽ അതാണ്. ഞാൻ ഞങ്ങളത് മുന്നേ പറഞ്ഞ അടിപൊളി സംഭവം. അതും പിന്നെ ഇതാ ആ ഭാഗത്തുണ്ട്. ആ ഭാഗത്ത് പോകേണ്ടത്. പിന്നെ അവിടെ അങ്ങനെ ആൾക്കാർ വീഴണില്ല. പിന്നെ നമുക്ക് നല്ല ടൈമും ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഭാഗത്ത് പോകാറ്. പക്ഷെ ആ ഭാഗത്ത് വീഡിയോസ് എടുക്കാൻ വെച്ചിട്ടൊക്കെ കണ്ടില്ലേ അച്ചവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ പല ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഞാനെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കാറിൽ വരണ സംഭവം ഇട്ടിട്ടില്ല വീഡിയോ. കാരണം നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലോ ആയിരുന്നു നേരത്തെ. അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. മറ്റേ കാറിൽ നിന്ന് ഇറങ്ങുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ ലോകലിടണമെന്ന് വിചാരിച്ചു. പക്ഷേ ബാറ്ററി ലോ ആയിരുന്നു. പിന്നെ ഞാൻ പ്രധാനമായി കാരണം പറഞ്ഞത് നിങ്ങളോട് ഇതാ ഈ ബീച്ച് മാത്രമാണ്. ഈ ബീച്ച് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യുന്നതാണ്. ഒരു ഹിഡൻ സ്പേസ് ആയതുകൊണ്ട് മാത്രം പറയുകയാണ്. വിസിറ്റ് ചെയ്താണ് ഈ ബീച്ച് വേണ്ടത് സത്യം പറഞ്ഞാൽ. അങ്ങനത്തെ ക്യാമറ സൂം ചെയ്തിട്ടുണ്ടോ? എന്ത് അടിപൊളിയാന്ന് നോക്കിയത്. ഇത് ലൊക്കേഷൻ ഞാൻ മറ്റേ കമൻറ്റിൽ ബയോയിൽ ചെയ്യാം. ലൊക്കേഷനൊക്കെ ഉണ്ടോ? വാ വാട്ട് എ നൈസ്. ഇവിടെ നല്ല നടക്കാനുണ്ടാവും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും പോകാനൊക്കെ ഒത്തിരി പാടുണ്ട്. അങ്ങനെ ഷർട്ടൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടോ. ഇവിടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം. ഞാൻ ഇപ്പം ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കണേ. അയ്യോ വയ്യാതെ നടന്ന് കിടന്നിട്ടേ. ഇതിൻ്റെ മുകളിലത്തെ സംഭവങ്ങൾ ഞാൻ കാണിച്ചാലേ. എന്താ ഇത് കൂടെ നമ്മളിങ്ങനെ നടക്കണം. ബട്ട് ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ കയ്യിൽ ഫോണോ ഗ്ലാസ്സോ അങ്ങനെ വല്ല സംഭവങ്ങളുണ്ടെങ്കിലേ പെട്ടുട്ടോ. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ മറന്നു പോവുക. അല്ലാതെ ഒന്നും നടക്കില്ല. ഉണ്ടോ? ഈ ഭാഗത്ത് ഒഴുക്കുണ്ട്, പക്ഷെ ആ ഭാഗത്ത് കുഴപ്പമില്ല. ഇതുണ്ടോ? ഇതിൻ്റെ ഇടയിലൊക്കെ പോയി തീർന്നു. അച്ഛൻ നല്ല നടത്താണ്. കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് എന്തും ചെയ്യാലോ. നമ്മളല്ലേ പെട്ടുപോയത്. അമ്മേ അയ്യോ. നമ്മൾ വിട്ടുകൊടുക്കില്ല. കണ്ടില്ലേ കല്ലെന്തൊക്കെ. വളരെ സൂക്ഷിച്ച് നടക്കണം. കല്ല് മുകളിൽ വീഡിയോസ് എടുക്കുക. ഞാൻ പോലും ഇങ്ങനെ വിചാരിച്ചില്ല കല്ലിങ്ങനെ ആകുന്നു, വീഡിയോ എടുക്കുന്ന ഇങ്ങനെ ആകുമെന്ന്. അന്ന് ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നടക്കുന്ന വീഡിയോസ് പോലും നേരെ എടുക്കാൻ പറ്റില്ല. പോട്ടെ, 2 പോസ്റ്റ് ഇടാൻ കൂടി നമ്മൾ നല്ല കഷ്ടപ്പെടും. ബാക്കി ഞാനേ അവിടെ തറ്റത്തെത്തിയിട്ട് കാണിച്ചാലേ. എടുത്ത് ഒഴുക്കന് കണ്ടില്ല നിങ്ങൾ? കണ്ടോ? വെള്ളം ഇതുവരെ ഇടാം. ഈ കല്ല് വരെ ഇട്ടില്ല വെള്ളം. സൈഡത്തെ ഒഴുക്കല്. ഡ്രസ്സൊക്കെ പിടിച്ചെടുക്കുക. എന്താ അതിലൊക്കെ ഉണ്ടോ മണ്ണായിരിക്കുക. ബാക്കി പ്രശ്നമൊന്നുമില്ല. എന്താ എത്ര വീട്ടും കാര്യത്തിലും അത് നമ്മളിഞ്ഞ് പോകാൻ പോകുന്നത് വേറെ ആൾക്കാർ വീടെടുക്കാം. ഇവിടുത്തെ സംഭവം കഴിഞ്ഞു ഗായ്സ്. അങ്ങനെ ഇവിടുത്തെ വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 6:15. ഇപ്പോൾ ഇത്ര നേരമാകുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഒരു 15-20 മിനിറ്റ് ആകുമെന്ന് ഞാൻ വിചാരിച്ചു വീടെടുക്കാൻ. കടലല്ലേ, നമ്മൾ കാണാത്ത സ്ഥലമാണ്. അപ്പോൾ പിന്നെ നമ്മൾ കുറേ നേരം എടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.